ഹായ് ഫ്രണ്ട്സ്, ഐ ആം രഞ്ജിത അനിൽ ഫ്രം വി ആർ സ്റ്റാർ കുർത്തീസ്. വി ആർ സ്റ്റാർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ചധികം സൂപ്പർ ഹിറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡിങ് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ, അതായത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കമൻറ്റ് ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ഇതാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അത് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചേക്കാം, എങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. പുള്ളിക്കാരി വെയർ ചെയ്തതിന് ശേഷം എനിക്ക് അയച്ചതാണ്. എന്താ ഭംഗിയല്ലേ, എല്ലാവരും നല്ല ഒപ്പീനിയൻ പറഞ്ഞു. എക്സാക്ട് സൈസ് ഓൾസോ, നോ ഓൾട്രേഷൻ റിക്വയർഡ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അവർ നമ്മളോട് തിരിച്ച് തരുന്ന ആ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ആണെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ മേക്കർ എന്നുള്ള നിലയിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവതിയാണ്. കാരണം അത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ആ ഒരു കസ്റ്റമർ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് നിങ്ങളിൽ നിന്ന് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് അല്ലേ. നമുക്കതിനുള്ള അവകാശം ഇല്ലേ? ഞാനൊരു സാധനം ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വെച്ച് നിങ്ങൾക്ക് ചെയ്തു തരുവാണെങ്കിൽ, കാരണം അതിൻ്റെ നിങ്ങളൊരു കംപ്ലൈൻറ്റ് എന്നോട് പറഞ്ഞാൽ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു രീതിയിലും റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം ഞാൻ വേറൊരിടത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനമാണ്, ഞാനല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചു വേണം അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും റീപ്ലേസ്മെന്റോ അതുപോലെ തന്നെ ക്യാഷ് റിട്ടേണോ ഒന്നും തന്നെ തരാത്തത്. കാരണം എന്ന് വെച്ചാൽ അവർക്കത് ഡെഡായിട്ട് പോകും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല, ഒരു ഭയവുമില്ല, ഒരു പേടിയുമില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളാണ്, ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ തിരിച്ചേൽപ്പിക്കാം. ഞാൻ ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും. ഞാൻ ആ പ്രോഡക്റ്റ് തിരിച്ചു വാങ്ങിക്കും. അത് എന്താണോ കംപ്ലൈന്റ് അത് തിരുത്തിയിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ അത് പ്രസന്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾ ചെയ്യുന്നതായതുകൊണ്ടാണ്. അപ്പൊ ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മൾ തിരുത്തണം. നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ തിരുത്തണം. പക്ഷെ നമ്മളിൽ ഉണ്ടാവുന്ന തെറ്റിദ്ധാരണകൾ, നമ്മളോടുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. ആർക്ക് തെറ്റിദ്ധാരണ നമ്മളോട് ഉണ്ടായാലും അതൊന്നും തിരുത്തേണ്ട ആവശ്യം നമുക്കില്ല അല്ലേ. ഉണ്ടാവും, നിങ്ങൾ തന്നെ പറയും, അതിൻ്റെ ആവശ്യം നമുക്കില്ല. അങ്ങനെ പെടുന്നതിന്റെ ഇടയിൽ നിന്ന് നമ്മൾ അങ്ങ് ഓടി മാറി കൊടുത്താൽ മതി. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോവുക. പിന്നെ ഒരു ഇല വീണാലോ, അല്ലെങ്കിൽ ഒരു 10 ഇല വീണാലോ, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിലുള്ള കംപ്ലീറ്റ് ഇലകളും താഴെ വീണ് പോയെന്ന് പറഞ്ഞിട്ട് ആ ഒരു വൃക്ഷം ഒരിക്കലും താഴേക്ക് വീഴില്ല. കാരണം ആ വൃക്ഷത്തിന്റെ വേരുകള് ഭൂമിക്കടിയിലേക്കാണ് പോയിരിക്കുന്നത്. ആ വേര് നശിച്ചാൽ മാത്രമേ ആ വടവൃക്ഷം താഴെ വീഴുള്ളൂ. ഒരിലയോ 10 ഇലയോ വീണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും ഒരു വൃക്ഷങ്ങളും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു ചരിത്രത്തിൽ ഉണ്ടായി. ഒരു കൊടുങ്കാറ്റ് വന്നാൽ തന്നെയും എന്താണ് ചെയ്യുന്നത്? വേരോടെയാണ് ആ വൃക്ഷത്തിനെ പഠിച്ചെറിയണത്. എങ്കിൽ മാത്രമേ അത് വീണ് പോകുള്ളൂ. വേരോടെ പിഴുതെറിയും. പിന്നെ ഒടിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒടിഞ്ഞ് വീഴുന്നെടുത്തു നിന്നാൽ എന്ത് ചെയ്യും? കിളിർത്ത് പൊങ്ങും. അങ്ങനെയല്ലേ ചരിത്രം? അതല്ലേ നിങ്ങൾ തന്നെ പറ, അങ്ങനെ ആണല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് നമ്മുടെ കളക്ഷനിലേക്ക് കിടക്കാം. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഏലിയൻ കട്ട് നമ്മുടെ ഫുൾക്കാരി ഫാബ്രിക് ആണ്. ഫുൾക്കാരി ഫാബ്രിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല. ഫുൾക്കാരി ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. കാരണം സൂറത്തിൽ എന്താണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിലച്ച് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് കോട്ട ഫാബ്രിക്കിലേക്ക് സെൽഫായിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ഫാബ്രിക്കിനെയാണ് ഫുൾക്കാരി ഫാബ്രിക് എന്ന് പറയുന്നത്. കാരണം കംപ്ലീറ്റ്ലി ത്രെഡ് എംബ്രോയിഡറി വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. എടാ, ഒരു ഫാബ്രിക്കിൻ്റെ കട്ട് പീസിങ് എടുത്തേടി പ്രൊഡക്ഷനിലേക്ക് കിടക്കും. ഞാൻ എൻ്റെ കട്ട് പീസ് എടുത്തെങ്കിൽ നന്നായിട്ടൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ക്വാളിറ്റി. അപ്പം ഇതാണ് നെറ്റ് കോട്ടയിലേക്ക് എംബ്രോയിഡറി വരുന്നതിനെയാണ് ഫുൾക്കാരി എന്ന് പറയുന്നത്. അതിൻ്റെ നെക്ക് പോർഷനിലേക്ക് നല്ല രീതിയിൽ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തതാണ്. ഇതാണ് ഫുൾക്കാരി ഫാബ്രിക്. കണ്ടോ, ഇതാണ് ഫുൾക്കാരി ഫാബ്രിക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഇതിനകത്തേക്ക് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി പോയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നല്ല വശം. ഈ ഒരു എംബ്രോയിഡറി വർക്ക്, കംപ്ലീറ്റ്ലി ഈ ഒരു എംബ്രോയിഡറി വർക്ക് പോയ ഫാബ്രിക്കിനെയാണ് ഫുൾക്കാരി ഫാബ്രിക് എന്ന് നമ്മൾ പറയുന്നത്.
ആ ഫുൾക്കാരി ഫാബ്രിക്കിലേക്ക് എലൈൻ കട്ടിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ 3XL സൈസ് വരെ അവൈലബിലിറ്റി ആക്കിയിരിക്കുന്ന വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലൈൻ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇന്ന് ഞാൻ ക്രിസ്മസ് കളക്ഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. നെക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ടൊരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് ക്രോഷ്വാ ലേസും കൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിന്റെ ഹെം പോർഷനിലും ആ ഒരു ക്രോഷ്വാ ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈസസ് അവൈലബിലിറ്റി എക്സ്ട്രാ സ്മോൾ, അതായത് 36 സൈസ് മുതൽ 46 സൈസ് വരെ 5-6 സൈസസിലേക്ക് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് വരുന്നത് വെറും 599 രൂപ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ്. അതും വെറും 599 രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഞങ്ങൾ ഈ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 46 to 47 ഇഞ്ച് കുർത്തിക്ക് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ആണ് സ്ലീവ്സ്. റൗണ്ട് നെക്കാണ്, കാരണം എംബ്രോയിഡറി വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് റൗണ്ട് നെക്ക് അല്ലാണ്ട് വേറൊരു നെക്ക് ഇതിനകത്തേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലൊരു റൗണ്ട് ഒരു നെക്ക് കൊടുത്തിട്ടാണ് ഇതിലേക്ക് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു അടിപൊളി കളക്ഷൻ കണ്ടിട്ട് വരാം. അപ്പം ഇതാണ് നമ്മുടെ ആ കുർത്തീൻ്റെ ഒരു ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. സോറി, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് റൗണ്ട് നെക്ക് എന്നായിരുന്നു. റൗണ്ട് അല്ല, സ്ക്വയർ നെക്കാണ്. കാരണം നമ്മൾ ആ ഒരു ലേസ് വർക്ക് അങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് സ്ക്വയർ നെക്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നല്ലൊരു സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് എലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്ലീവ്സിന്റെ എംപോഷനും അതുപോലെ ക്രോഷ്വാ ലേസ് കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി 4 വശത്തും ക്രോഷ്വാ ലേസ് കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു അടിപൊളി അറ്ററിന്റെ പ്രൈസ് ആണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വെറും 599 രൂപ. അതുപോലെ ലൈനിങ് നാട്ടെ ഞാൻ എൻ്റെ വരെ ലൈനിങ് വിട്ടിട്ടുണ്ട് കേട്ടോ. അതും സൈസസ് നിങ്ങൾ നോക്കുക, എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ 3XL സൈസ് വരെ. നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് വളരെ കോഷ്യസ് ആയിട്ട് വരുന്ന ഒരു എക്സ്ട്രാ എന്താണ് പറയേണ്ടത് എനിക്ക് അറിയില്ല, അതേപോലത്തെ ഒരു ഫാബ്രിക്കാണ്. ഏറ്റവും ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് ചൈനയിൽ നിന്നുള്ള ഫാബ്രിക്കാണ്. നമ്മുടെ സൂറത്തോ ഇന്ത്യൻ മെയ്ഡ് അല്ല, ചൈനയിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ആ ഒരു ഫാബ്രിക് നമുക്ക് ഇടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ജീവിതകാലം മുഴുവനും നമുക്കിത് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ അതിലേക്ക് അജ്രക്കിൻ്റെ ഒരു പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജാക്കറ്റ് പോലെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കാരണം ജാക്കറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ഇത്രയും ഫ്രണ്ട് പോർഷൻ ഇത്രയും സെപ്പറേറ്റ് ആയിട്ട് വരും. നെക്കിൻ്റെ അവിടെ നിന്നേ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഡോറീസ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് നോർമൽ ആയിട്ടുള്ള എലൈൻ കട്ടാണ്. 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. 47 ഇഞ്ചാണ് കുർത്തിക്ക്, 46 to 47 ഇഞ്ചാണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ അജ്രക്കിന്റെ ആ ഒരു ചെറിയ ഒരു 1 ഇഞ്ചിന്റെ ഒരു ഫ്ലാപ്പ് താഴെ എൻഡ് വരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്താണ് ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഫാബ്രിക്കാണ് ഒരു രക്ഷയില്ലാത്തൊരു ഫാബ്രിക്കാണ് കേട്ടോ. 699 രൂപ, വെറും 699 രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ മറ്റുള്ള ഓൺലൈൻ സൈറ്റുകളിൽ ഒന്ന് നോക്കിയാൽ മതി. 999 റേഞ്ചിൽ വരെ സെല് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഓൾസോ ആണ് കേട്ടോ. 699 രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന റെഡ് കളർ. അപ്പോൾ ഇത് നമുക്ക് ഒരു ക്രിസ്മസ് തീമായിട്ട് ഈ ഒരു റെഡ് കളർ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗി തരുന്ന ഒരു മെഹന്തി ഗ്രീൻ കളർ, ഡാർക്ക് മെഹന്തി ഗ്രീൻ കളറാണ്. ഇതാണ് ആ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി. നമുക്ക് വീഡിയോയിൽ കൂടി കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് അതൊന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക്കാണ്. വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡ്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറാണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. നല്ലൊരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന സൈസസ് L to 3XL ആണ്. ലാർജ് XL, XXL, 3XL. ആൻഡ് പ്രൈസ് വരുന്നത് 699 രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ്. അപ്പം വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു സ്റ്റൈലിഷ് ജാക്കറ്റ് കുർത്തിയാണ്. കുർത്തീൻ്റെ ലെങ്ത് അറിയാലോ, 46 to 47 ഇഞ്ച്. അതിൻ്റെ നെക്സ്റ്റ് വണ് വർക്ക് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. കയ്യിലെടുക്കുമ്പോഴേ അത് അറിയാവുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർപ്പിൾ, അതായത് വൈൻ ഷെയ്ഡ്, ബ്യൂട്ടിഫുൾ ആൻഡ് ഗോഷ്യസ് ആയിട്ട് വരുന്ന പെർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വെയിറ്റ് ഒക്കെ ഉള്ള നല്ല നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ടീൽ ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, നല്ല ഭംഗിയായിട്ട് വരുന്ന
ടീൽ ബ്ലൂ ഷെയ്ഡ്. അതിൻ്റെ പാറ്റേൺ ആണ്, അടിപൊളി ഒരു പാറ്റേണിലേക്കാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീൽ ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ. നമ്മുടെ നോർമൽ നേവി ബ്ലൂ അല്ല, ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. ബ്ലാക്ക് അല്ല, നോർമൽ നേവി ബ്ലൂ അല്ല, ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്, അടിപൊളിയായിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ്. ആൻഡ് ദ ലാസ്റ്റ് ടോൺ എന്ന് പറയുന്നത് ജെറ്റ് ബ്ലാക്ക് ടോൺ. ജെറ്റ് ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്ക് ആണ്, വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ്. എല്ലാ ആൾക്കാരും മിസ് ഔട്ട് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം അത്ര നല്ല പ്രൊഡക്റ്റ് ആണ്, അത്ര ഗ്യാരണ്ടിയോടുകൂടി പറയുകയാണ്, അത്ര നല്ല പ്രൊഡക്റ്റ് ആണ്. ഒരിക്കലും മിസ് ഔട്ട് ആക്കാണ്ടിരിക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ്, അടിപൊളി ജാക്കറ്റ് കുർത്തീസ്. അടുത്ത് നമ്മുടെ റിങ്കിൾ റയോണിന്റെ, അതും റിങ്കിൾ റയോൺ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു റിങ്കിൾ റയോൺ അല്ല, അതിന്റെ ആ ടെക്സ്ചർ വ്യത്യാസമുണ്ട്. റിങ്കിൾ റയോൺസിന്റെ കുറച്ചും കൂടി കൂടിയ ഒരു ടെക്സ്ചർ ആണ്. ഞാനൊന്ന് കാണിച്ചു തരാം. 599 രൂപ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു റിങ്കിൾ റയോൺ ഫാബ്രിക്കിലേക്ക് നല്ലൊരു എലൈൻ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന നെക്കില് ഇതുപോലൊരു ഹൈ നെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഫ്രില്ലൊക്കെ ചെയ്ത് സ്ലീവ്സിന്റെ ഹെംപോഷനിലേക്കും ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു എലൈൻ കട്ട് ടോപ്പാണ്. വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ ഫസ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒരു നമ്മുടെ റെഡില് വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ക്രിസ്മസ് തീമിന്. അപ്പോൾ എല്ലാത്തിനും ഞാനൊരു റെഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കളക്ഷന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സംഭവം എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഫാബ്രിക് പർച്ചേസ് ചെയ്തപ്പോൾ അതിനകത്ത് എല്ലാം തന്നെ നമ്മളൊരു റെഡും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ആ റെഡിന് പകരം വേറെ കളർ കൊണ്ടുവരാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ അവരുടെ ഇല്ല എന്ന് പറയാനായിട്ട്. അതുകൊണ്ട് നമ്മൾ അതിലൊരു റെഡും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് റെഡ് ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ കാഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് റെഡ് ഉപയോഗിക്കാം. ആൻഡ് നിങ്ങൾക്ക് മറ്റുള്ള കളേഴ്സ് എല്ലാം ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 47 ഇഞ്ചാണ് കുർത്തിക്ക് ലെങ്ത് വന്നിരിക്കുന്നത്. 3/4 ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത്. ജുവൽ നെക്ക് ആണ് പോയിരിക്കുന്നത്. ജുവൽ നെക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റാഫിൾസ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ റെഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന നമ്മുടെ മെഹന്തി ഗ്രീൻ. കാരണം ഫാബ്രിക്കിന്റെ ക്വാളിറ്റി നോക്കുക, ഈ ഒരു ക്വാളിറ്റിയാണ് ഫാബ്രിക് കേട്ടോ. എന്നുവെച്ചാൽ ഇതൊരു റിങ്കിൾ റയോണിന്റെ കൂട്ടത്തിൽ അതിന്റെ ടെക്സ്ചർ കുറഞ്ഞ ടെക്സ്ചേഴ്സ് ഉണ്ട്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, സാരീസ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ടെക്സ്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഫാബ്രിക്കിന്റെ. അപ്പൊ ടെക്സ്ചേഴ്സിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ഇന്ന ഫാബ്രിക് അല്ലേ ഇത്ര ചീപ്പ് റേറ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ടെക്സ്ചർ ഡിഫറെന്റ് ഉണ്ട്, എല്ലാത്തിനും ടെക്സ്ചേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇത് റിങ്കിൾ റയോണിന്റെ കുറച്ചും കൂടി കൂടിയ ഒരു ടെക്സ്ചർ ആണ്, മെഹന്തി ഗ്രീൻ ടോണ്. ഞങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് തരാനായിട്ട് സാധിക്കുന്നത്. വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന മെഹന്തി ഗ്രീൻ ടോണ്. large to 3XL ആണ് സൈസസിന്റെ അവൈലബിലിറ്റി വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡാറായിട്ടുള്ള നമ്മുടെ എന്താണ് മസ്റ്റാർഡ് യെല്ലോ കളർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോണാണ് മസ്റ്റാർഡ് യെല്ലോ ടോൺ എന്ന് പറയുന്നത്. കേട്ടോ, വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ ടോൺ ആണ്. നെക്സ്റ്റിനകത്തേക്ക് ക്രേപ്പ് ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമുക്ക് ഈ റിങ്കിൾ റയോണിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ലാത്തതാണ്, ബട്ട് നമ്മൾ അതിലേക്ക് ക്രേപ്പ് ലൈനിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന നേവി ബ്ലൂ ടോൺ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടാണ്. റെഡ്, മെഹന്തി ഗ്രീന്, മസ്റ്റാർഡ് യെല്ലോ ആൻഡ് നേവി ബ്ലൂ ടോൺ ആണ്. വെരി ഗോഷ്യസ്. ആൻഡ് ബാക്ക് സൈഡ് ഓൾസോ ഇത് എങ്ങനെയാണ് വരുന്നത്, സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ്. നല്ല ഒരു ജുവൽ നെക്കിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഞാൻ വേറെ ഇത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എടുത്തിട്ടത് ഒരു എല്ലാണ്, കുറച്ച് ടൈറ്റ് ആണെന്ന് തോന്നുന്നല്ലേ. എക്സൽ കറക്റ്റ് ആണ്. അപ്പോൾ എക്സൽ വരുമ്പോൾ സ്ലീവ്സ് കുറച്ച് ലൂസായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ നെക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ല് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിനകത്ത് ഇതാ ജെഗിൻസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ആംഗിൾ ലെങ്തിൻ്റെത്. ബട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തേക്കാം. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള 3 കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ്. അതായത് ഏകദേശം ഒരു 100-103 ഓളം കമൻറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരു കമൻറ്റ് ഇടുന്ന ആൾക്കാർ തന്നെ വീണ്ടും കമൻറ്റ് ഇടരുത്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ശരിയല്ലാത്ത കാര്യം നമ്മൾ പറയണമല്ലോ. ഒരാൾ ഒരു കമൻറ്റ് മാത്രമേ ഇടുക, ആ കമൻറ്റ്
വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിടാതിരിക്കുക. കാരണം സെലക്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള ധാരണയിലായിരിക്കാം മേ ബി ചെയ്യുന്നത്. അഥവാ അങ്ങനെ ഇട്ട് കണ്ടാലും ഞാനത് സെലക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഒരു കമൻറ്റ് മാത്രമേ ഒരു വ്യക്തി ഇടാവുള്ളേ. അപ്പം അനീകാം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത്. കിടിലൻ കളക്ഷൻസ്, പറയാൻ വാക്കുകളില്ല. എല്ലാ റേഞ്ചിലുമുള്ള കളക്ഷൻ കൊണ്ടുവരുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. മറ്റൊരു സ്പെഷ്യാലിറ്റി അഫോർഡബിൾ പ്രൈസ്, കൂടാതെ പല പല ഡിസൈൻ കാണിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. പുള്ളിക്കാരി അനിൽ കാം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത്. ആരാണെന്ന് അറിയില്ല, ഐഡിയിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആരാണെങ്കിലും സിനിയെ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ക്രിസ്മസ് മാസത്തിൽ നല്ലൊരു ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി താങ്ക് യു. ടേക്ക് കെയർ. ബൈ.